നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ജീവൻ രക്ഷാ മരുന്നുകളെ പറ്റിയാണ്. ഹൃദയമിടിപ്പ് നിന്ന് ഹൃദയാഘാതത്തിലേക്ക് പോകുന്ന മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകളിലൊന്നാണ് അഡ്രിനാലിൻ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലെ കിഡ്നിയുടെ മുകളിലുള്ള അഡ്രിനൽ ഗ്രന്ഥി എന്നാണ് അഡ്രിനാലിൻ എന്ന് അറിയപ്പെടുന്ന രാസസ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ടാണ് ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതും അത് ഹൃദയപേശികളിലെ ബീറ്റാ റിസപ്റ്റേഴ്സിലായി പ്രവർത്തിച്ച് ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂട്ടുവാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട രാസസ്രവങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ അഡ്രിനാലിൻ മരുന്നായിട്ട് നമ്മൾ സർക്കുലേഷനിലേക്ക് നൽകുമ്പോൾ, ഇഞ്ചക്ഷനായിട്ട് നൽകുമ്പോൾ അല്ലെങ്കിൽ മറ്റു റൂട്ടുകളിലേക്ക് നൽകുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഹൃദയത്തിൽ പേശികളിലേക്ക് എത്തുകയും അതിൻ്റെ ബീറ്റാ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഹൃദയമിടിപ്പ് തിരിച്ച് വീണ്ടെടുക്കാനും അതിൻ്റെ ഇടിപ്പ് കൂട്ടാനും സഹായിക്കുകയും ചെയ്യുന്നു. കാർഡിയോ പൾമണറി അറസ്റ്റ് ഹൃദയാഘാതം വരുന്ന പേഷ്യൻസിൽ ഹാർട്ടിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കപ്പെടുകയും ഹാർട്ട് റേറ്റ് കുറയുകയും ഒപ്പം ലങ്സിൻ്റെ പ്രവർത്തനവും മന്ദീഭവിക്കപ്പെടുകയും അതും നിന്ന് പോകുന്ന അവസ്ഥയാണുള്ളത്. അതിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകളിലൊന്ന്, എമർജൻസി മെഡിസിനുകളിലൊന്നാണ് അഡ്രിനാലിൻ. ഹൃദയമിടിപ്പിൽ നിന്ന് മരണത്തിലേക്ക് നീങ്ങുന്ന ഒരാളുടെ ജീവനെ തിരിച്ച് കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മൃതസഞ്ജീവനിയായി കരുതാം നമുക്ക് അഡ്രിനാലിനെ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഓൾറെഡി ഡ്രഗ് റിവ്യൂവിൽ നൽകിയിട്ടുള്ളതാണ്. അത് കാണുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലിടുക, ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.